വണക്കം നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഇന്ന് നമ്മൾ രണ്ട് കാര്യം ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 24-ാം തീയതി 12-ാം മാസം 2025 രാവിലെ 8 മണിക്ക് അടുപ്പിച്ച് ആയിട്ടുണ്ട്. ഇന്ന് രണ്ട് കാര്യം POC നമ്മൾ ഡെയിലി നോക്കുന്നുണ്ട്. ഇതൊക്കെ ആര് ശ്രദ്ധിച്ചു എന്നുള്ളതും, പിന്നെ അടുത്ത വർഷത്തെ ഹോളിഡേയ്സ്, ട്രേഡിംഗ് ഹോളിഡേയ്സ്, ഇത് അപ്പോഴപ്പോഴായിട്ട് ഇതേപോലെ NSE സൈറ്റിലൊക്കെ കയറി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. നിങ്ങൾക്ക് ഫ്രീ ടൈമിലുള്ളപ്പോൾ നിങ്ങൾ NSE സൈറ്റിൽ പോവുക. NSEയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഇൻഫർമേഷൻസാണ് NSEയിൽ നമുക്ക് കിട്ടുന്നത്. അതിനകത്ത് ഇതേപോലത്തെ കാര്യങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം, അതായത് ജാനുവരി മാസം ഒറ്റ ഒരു അവധിയേ ഉള്ളൂ. 26-ാം തീയതി റിപ്പബ്ലിക് ഡേയുടെ ഒറ്റ ദിവസമേ അവധിയുള്ളൂ. അതിന് ജാനുവരി കഴിഞ്ഞാൽ പിന്നെ മാർച്ചിലാണ് നമുക്കൊരു 3 ദിവസം അവധിയുള്ളത്. അതായത് 3-ാം തീയതി, 26-ാം തീയതി, അതേപോലെ 31-ാം തീയതി, ഇങ്ങനെ 3 ദിവസം അവധി മാർച്ചിലാണുള്ളത്. ഇതേപോലത്തെ കാര്യങ്ങൾ ഇൻഫർമേഷനും NSEയിലും പോയി അപ്പോഴപ്പോഴേ എക്സ്പ്ലോർ ചെയ്യുക. എല്ലാ ടാബും ക്ലിക്ക് ചെയ്ത് അവിടെ എന്തൊക്കെ ഉണ്ട് വെറുതെ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടും, കുറച്ച് നോളേജ് ഗ്യാദർ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ പോയിൻ്റ് ഓഫ് കൺട്രോളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ പോയിൻ്റ് ഓഫ് കൺട്രോളിൻ്റെ ആ പ്രീമിയത്തിൻ്റെ റേറ്റ് എല്ലാ ദിവസവും കുറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇത് എത്ര പേർ ശ്രദ്ധിച്ചു എന്നുള്ളത് പറയൂ. അതിനർത്ഥം ഞാൻ വീണ്ടും പറയുകയാണ്, ഓപ്ഷൻ സെല്ലറാണ് ഈ ഡെറിവേറ്റീവ്സിൽ, ഇൻഡെക്സ് ഡെറിവേറ്റീവ്സിൽ വർക്ക് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ. അതായത് നമ്മൾ നോർമലായിട്ടും എക്സ്പയറിയുടെ അടുത്ത ദിവസം നമുക്കൊരു 150-160 രൂപയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് കൂടുതൽ പ്രൈസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനും കാട്ടി കൂടുതൽ പ്രൈസ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് എക്സ്പെക്റ്റ് അല്ല, ആവറേജ് പ്രൈസ് എന്ന് പറയും. എക്സ്പെക്റ്റ് എന്നുള്ളത് ഡിലീറ്റ് ചെയ്യുക. ആവറേജ് പ്രൈസ് എന്ന് പറയും. ആ ആവറേജ് പ്രൈസിനേക്കാൾ കൂടുതലാണ് നമുക്ക് പ്രൈസിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിഞ്ഞൂടാ, അല്ലെങ്കിൽ പഴയ വീഡിയോസ് പോയി നോക്കുക. കഴിഞ്ഞ ഒരു മാസം മുന്നേ നമുക്ക് എക്സ്പയറിയുടെ അടുത്ത ദിവസം നിഫ്റ്റിയുടെ പോയിൻ്റ് ഓഫ് കൺട്രോൾ 170 ഉണ്ടായിരുന്നു. 160 ഉണ്ടായിരുന്നു. അതായത് വെരി നെക്സ്റ്റ് ഡേ, എക്സ്പയറിയുടെ അടുത്ത ദിവസം, വീക്കിലി എക്സ്പയറിയുടെ അടുത്ത ദിവസമുള്ള പോയിൻ്റ് ഓഫ് കൺട്രോളിൻ്റെ റേറ്റാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ അത് ഇപ്പം കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട്, അല്ലെങ്കിൽ രണ്ട് വീക്കിലി കോൺട്രാക്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 130 ഒന്ന് നിൽക്കുന്നത്. 130. ഇന്ന് വളരെ അത്ഭുതകരമായി എന്താണെന്ന് വെച്ചാൽ 110 രൂപയാണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ. നാളെ ക്രിസ്മസ് ആണ്. എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ക്രിസ്മസ് ആശംസകൾ അറിയിക്കുകയാണ് എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും. ഇത് 110 രൂപയിലാണ് അത്ഭുതകരമായിട്ട് ഇന്ന് വന്ന് നിൽക്കുന്നത്. വൺ സൈഡ് മാർക്കറ്റ് ഇന്ന് നോക്കാൻ പറ്റും എന്തായാലും. പക്ഷേ വലിയൊരു റേഞ്ച് എക്സ്പാൻഷൻ ഉണ്ടാവുമോ എന്നുള്ളത് നമ്മൾ നോക്കണം. കാരണം നമ്മുടെ IV വളരെ കുറഞ്ഞാണ് കിടക്കുന്നത്. IV കുറഞ്ഞ് കിടക്കുന്നത് കാര്യത്തിൽ ട്രേഡിങ്ങിന് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരും, മീൻസ് മാർക്കറ്റിൽ വലിയ ആൾക്കാർ താല്പര്യപ്പെടുന്നില്ല ട്രേഡ് ചെയ്യാനായിട്ട്. ഇതൊരു കാരണം. പിന്നെ IV കുറഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ന്യൂസൊന്നും വരാൻ പോണില്ല. ന്യൂസോ അങ്ങനത്തെ യാതൊന്നും മാർക്കറ്റിൽ നടക്കാൻ പോണില്ല. എങ്കിലും നമുക്ക് നോക്കാം. 26,200 എന്ന് പറഞ്ഞ സ്ട്രൈക്ക് നിങ്ങൾ നോക്കൂ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അതിനകത്തും കുറച്ച് ഇൻഫർമേഷൻ കിട്ടും. അതിൻ്റെ CEയിലും PEയിലും നോക്കിയിട്ട് അതിൻ്റെ പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ക്ലോസ്, പ്രീവിയസ് ഡേ ലോ, ഇതൊക്കെ നിങ്ങൾ നോക്കുക. അവിടെ എങ്ങനെയൊക്കെയാണ് ഇൻഫർമേഷൻ കിട്ടുന്നതെന്നുള്ളത്. ഇതാണ് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ വീണ്ടും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. വേറൊരു വീഡിയോ കണ്ടുമുട്ടാം. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.